കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന്റെ അവസാനം നമ്മൾ കണ്ടു. ബാലൻ കടയിലേക്ക് പോകാനായിട്ട് വരുന്ന സമയത്താണ് തന്റെ സ്കൂട്ടിയുടെ മുകളിലിരുന്നിട്ട് അപ്പുറത്ത് കല്യാണത്തിന് വന്ന ശ്യാമു ഫോൺ ചെയ്യുന്ന കണ്ടേ. ഈ കാഴ്ച കണ്ട് പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഒന്ന് എഴുന്നേൽക്കാനും ഉപകാരമായിരുന്നു, എനിക്ക് ഈ സ്കൂട്ടി ഒന്ന് എടുക്കണം അനിയാന്ന് പറയാ. ഇത് കേട്ട ശ്യാം പറഞ്ഞു, സോറി കേട്ടോ എന്ന് പറയണം. അപ്പോഴാണ് അനന്തനും അച്യുതനും കൂടെ അങ്ങോട്ട് വരുന്നത്. അവര് ചോദിച്ചു, എന്താടാ എന്താ കാര്യം? അല്ല, ഞാൻ ഈ സ്കൂട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനുവേ ഈ ചേട്ടൻ വന്നു. അപ്പൊ ഞാൻ പിന്നെ പെട്ടെന്ന് സോറി പറഞ്ഞാന്ന് പറയണം. ഹോഹോ, ഇവനോട് സോറി പറയാനായിട്ടാ, കൊള്ളാം, നല്ല കഥയായിപ്പോയി. അതെ, ഇവന് അസൂയം കുശുമ്പും പെരുത്തിരിക്കുന്നവനാ, ഇവനോടൊന്നും സോറി പറയേണ്ട കാര്യമില്ല. അതെ, ഇവിടെ 2 കല്യാണം നടക്കുവാന്ന് പറഞ്ഞിട്ട് അതിന്റെ കേടാ ഇവനെന്ന് പറയാണ്. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഉഴപ്പി കളയാനായിട്ട് മാക്സിമം നോക്കി, പക്ഷെ നടന്നില്ല എന്ന് പറയാം. ഈ സമയം ബാലൻ നന്നായിട്ട് പെരുത്തു കയറി. ഒന്നാമത്തെ കാര്യം, ആനന്ദരെ കല്യാണം മുടക്കിയത് ഇവരാണ്, അച്യുതനാണ്. അത് നന്നായിട്ടറിയാം. ഈ സമയം ബാലൻ പറഞ്ഞു, അതെ എന്റെ സ്വഭാവം അല്ലത്, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരാരുടെ കല്യാണം മുടക്കിയെന്ന്. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ കല്യാണം മുടക്കാനൊന്നും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യാനും പോകുന്നില്ല. അതൊക്കെ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയണം. അച്ഛനും പറഞ്ഞു, എന്താടാ നീ പറഞ്ഞേ? ഉള്ളതല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയാണ്. പിന്നെ കല്യാണം നടക്കാന്നും പറഞ്ഞോണ്ട് ഇത്ര വലിയ ആനന്ദിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ദൈവമായിട്ട് ഒരു സമയത്ത് നടത്തുന്നല്ലേ. ഓ, അതുകൊണ്ടായിരിക്കും നിന്റെ വീട്ടിലേക്ക് ഒരുത്തിനെ വിളിച്ചോണ്ട് വന്നതല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ബാലിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അതുകൊണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? ഒരു കുഴപ്പമില്ല, നല്ലൊരു സർക്കാർ ജോലിക്കാരനല്ലേ വിളിച്ചോണ്ട് വന്നത്, നല്ല പെൺകുട്ടിയാ അവള്. ആലോചിച്ച് ഉറപ്പിച്ചപ്പോൾ ഇതുപോലെ നല്ലൊരു ബന്ധം കിട്ടാൻ പോകുന്നുള്ളത് പറയാം. ഇത് കേട്ടതും അച്ഛൻ പറഞ്ഞു, പിന്നെ ഒരു സർക്കാർ ജോലിക്കാരി പോലും എവിടുത്തെ ജോലിക്കാരെന്ന് അറിയത്തില്ല. എടാ ശ്യാമേ, ഇവനെന്നറിയാവോ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ അസൂയ, ഇവനെ കല്യാണം വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവനെയൊക്കെ ആര് കല്യാണം വിളിക്കാൻ പോന്നു? ഇവന് ഇവിടുത്തെ ഉത്സവം കണ്ട് ഇവന് കണ്ണു തള്ളണം. ഇവന്റെ കണ്ടോ, ഇവന്റെ ആ മക്കളൊക്കെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ മിത്രയുടെ അലോയിനെ കല്യാണം നടക്കാൻ പോകുന്നത്. അതൊക്കെ കണ്ട് അസൂയപ്പെട്ട് നിനക്ക് അവിടെ നിൽക്കാനാ കഴിയുള്ള എന്ന് പറയണം. ഈ സമയം ശ്യാം പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയണ്ട, ഞാനിവിടെ സ്കൂട്ടിയിൽ എന്റെ ഭാഗത്താ തെറ്റ്, ഞാനിവിടെ സ്കൂട്ടിയിൽ നിന്നിരുന്നു, അദ്ദേഹം സ്കൂട്ടി എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോ വേറൊന്നും പറഞ്ഞില്ല എന്ന് പറയണം. ദേ കൂടുതൽ നീ ഒന്നും പറയണ്ട, അവന്റെ പാട്ട വണ്ടി എടുത്തോണ്ട് അവൻ പോട്ടെ, അവന്റെ ഒരു സ്കൂട്ടി പോലും വന്നിരിക്കുന്നു പറയണം. ഈ സമയം പണ്ടത്തെ ബാലന്റെ സ്വഭാവം വെച്ചാണെങ്കിൽ ബാലൻ കത്തിക്കേറേണ്ടതാണ്. പക്ഷെ ബാലൻ കൂടുതലൊന്നും പറഞ്ഞില്ല, കാരണം വെറുതെ എന്തിനാ വായിക്കിടക്കുന്ന ആക്കിട്ടടിച്ച് പ്രശ്നം ഉണ്ടാക്കണേ. പോരാത്തന് ഇനിയിപ്പൊ അവിടെ കല്യാണം നടക്കാൻ പോവല്ലേ, നാട്ടുകാരെ കൊണ്ട് വെറുതെ അതും ഇതൊന്നും പറയിപ്പിക്കണ്ട. ബാലൊന്നും വിടാതെ സ്കൂട്ടി എടുത്തനും കൂടെ പോവാണ്. പോകുന്ന കണ്ടില്ലേ, അവന്റെ വീറും വാശിയൊക്കെ എവിടെ പോയെന്ന് കാണാൻ പോലും ഇല്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവന്. ഒന്ന് പറഞ്ഞ 2 പറഞ്ഞ് ഇങ്ങോട്ട് കയറി തല്ലാൻ വരുന്നവനാ. ഇപ്പൊ കണ്ടില്ലേ, പതുങ്ങി പമ്മി അങ്ങോട്ട് പോണേന്ന് പറയണം. ബാലനത് മൈൻഡ് ചെയ്ത് പോലും ഇല്ല. പക്ഷെ അതെല്ലാം ധർമ്മം അങ്ങോട്ട് വന്ന ധർമ്മം കേട്ടു. ധർമ്മനത് ഇഷ്ടപ്പെടില്ല. ധർമ്മം വന്നു വെച്ചിട്ട്, എന്താ ഏട്ടാ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കോ. ഓ, നിനക്കങ്ങ് കൊണ്ടില്ലേ അളിയനെ പറഞ്ഞപ്പോ അതെ കൊണ്ടു. അതെ, ബാലന്റെ പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ ഉണ്ടല്ലോ, ബാലൻ ഇവിടെ അടി നടത്തിയെന്ന് പറയാം. പിന്നെ ഇങ്ങോട്ട് അടിക്കാൻ വരട്ടെ. ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു, അല്ല എന്തിന്റെ കേടാ, കല്യാണം നടക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ? കല്യാണമോ വിളിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തിനാ എങ്ങനെയെന്ന് ചോദിക്കുക. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, കല്യാണം വിളിക്കണോ വേണ്ടയോന്ന്. നീ അവിടെ നിന്ന് തിന്ന ചോറിന് നന്ദി കാണിക്കുന്നുണ്ടെങ്കിലേ അത് അവിടെ കാണിച്ചാൽ മതി, പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് അച്യുതനും അനന്തനും അങ്ങോട്ട് കേറിപ്പോവാ. ധർമ്മന് നല്ല സങ്കടം വന്നു, കാരണം അളിയന് വിഷമായെന്ന് തോന്നേ. പിന്നീട് കാണിക്കുന്നേ ഗോമതിയും മീനാക്ഷിയും ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പൊ ആര്യനെയും കൂടെ വിളിച്ചു. ആര്യം പറഞ്ഞു, അതെ ഞാൻ ഇവിടെയൊക്കെ ചുറ്റു നടന്നിട്ട് വന്നേക്കാം, അമ്മയും കൂടെ പൊക്കോളാൻ പറയട. അങ്ങനെ അവർ രണ്ടും കൂടെ ക്ഷേത്രത്തിലേക്ക് വരിക. ക്ഷേത്രത്തിലേക്ക് വന്നപ്പം ഗോമതിയുടെ ഉള്ളിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആനന്ദിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. പിന്നെ മിത്രയുടെ കല്യാണം അത് തനിക്ക് കൂടാൻ പറ്റില്ല, പക്ഷെ കൈനോട്ടക്കാരി പറഞ്ഞ കല്യാണം കൂടാൻ പറ്റുമെന്നാ പറഞ്ഞേ. എങ്ങനെയാണെന്നും ഒന്നും അറിയത്തില്ല. എന്റെ ഭഗവാനെ, നീ ആയിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഇവിടുന്ന് പോയി കഴിയുമ്പോ എന്റെ മനസ്സിലെ പ്രശ്നങ്ങളെല്ലാം തീരണം. ചെന്ന് കഴിയുമ്പോൾ തന്നെ ആനന്ദിന് വിവാഹം നടക്കണം. അത് മാത്രമുള്ളൊരു പ്രാർത്ഥന. ഒരു പക്ഷേങ്കില് ആ കൈനോട്ടക്കാരി ആ സമയത്ത് വന്നാൽ നന്നായി, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആ വീട്ടിലിരുന്ന് ഉരുകിയാനോ. അപ്പുറത്ത് കല്യാണം നടക്കുന്ന സമയത്ത് ബന്ധുക്കാരെല്ലാം വന്ന് ചോദിക്കും, നീ എന്താ ഗോമതി കല്യാണത്തിന് പോകത്തേന്ന്. വിളിച്ചില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്റെ ഗുരുവായൂരപ്പ, നീ ആയിട്ടാ എന്നെ ഇവിടെ എത്തിച്ചേ എന്നും പറഞ്ഞ് മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അമ്മ എന്തിനാ കരയണേ? ഇതേ കരയാതിരിക്കേ, നമ്മളിവിടെ ഭജന ഇരിക്കാൻ വന്നല്ലേന്ന് ചോദിക്കും. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മീനാക്ഷി, അതുകൊണ്ടാ. ഏയ്, നമ്മുടെ സങ്കടം തീർക്കാൻ വന്നേ ഇപ്പൊ ഇവിടെ കരയുവാണോ ചെയ്യണ്ടേ? അമ്മ ഇവിടെ ഇരിക്കാൻ പറയാണ്. അങ്ങനെ മീനാക്ഷി ഗോമതിനെ അവിടെ ഇരുത്തി ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം മിത്ര വല്ലാത്ത സങ്കടത്തിലാ, കാരണം എങ്ങനെ ഇറങ്ങിപ്പോകും ഇതിനോടൊപ്പം. ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂല, കാരണം എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല.
താനില്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുമെന്നാ പറഞ്ഞേ. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരിക്കലും ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകാൻ പോവില്ല. അപ്പൊ എന്താ ഒരു വഴി? ഇവിടുന്ന് എങ്ങനെ ഇറങ്ങിപ്പോവും? ഇറങ്ങി ചെന്നില്ലെങ്കിൽ മിഥുൻ അത് മതി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് മിത്ര ഒരു തീരുമാനം എടുത്തു. മിത്ര നേരെ മിഥുനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേ ഇന്ന് ഒരു രാത്രിയും കൂടെ കഴിഞ്ഞ് നാളെ കല്യാണം. ഒരു കാര്യം ചെയ്യാം, രാത്രി മിഥുനും കൂടെ വന്നാ മതി, ഞാൻ മിഥുന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറയാം. ഇത് കേട്ട മിഥുൻ പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യണം, നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തിന് പൈസ വേണ്ടേ? നീ ഉള്ള സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് പോരാൻ പറയാണ്. കാരണം സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വർണം വാങ്ങിയിട്ട് മിത്രനെ ഉപേക്ഷിക്കാനാണ് മിഥുന്റെ പ്ലാന്. ആ സമയം മിത്ര പറഞ്ഞു, അതൊക്കെ എടുത്തോണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ നിറങ്ങിയാൽ നമുക്ക് ജീവിക്കണ്ടേ? വഴിയിലിറങ്ങി തണ്ടാൻ പറ്റില്ലല്ലോ എന്ന് പറയാ. എന്റെ കയ്യിലാണ് പൈസ ഇല്ല, നിനക്കറിയാലോ, ഞാനൊരു ജോലിയും കൂലി ഇല്ലാതിരിക്കുമല്ലേ. ഞാൻ നോക്കട്ടെ, എന്തേലും ചെയ്യാന്ന് പറയാൻ. കാരണം മിത്രയുടെ ഉള്ളില് ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങാൻ പറ്റുന്നതെന്ന് ഓർത്തിട്ടാ മിത്ര ഇരിക്കുന്നത്. ആ സമയം മിഥുനോ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങൾ മൊത്തം, കാരണം കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, കല്യാണത്തലേന്ന് അതെല്ലാം കൂടെ വീട്ടിലേക്ക് എടുത്തോണ്ട് വരികയും ചെയ്യും. അത് നന്നായിട്ട് മിഥുനറിയാം. അപ്പൊ അത് അടിച്ചു മാറ്റാനുള്ള മിഥുന്റെ തന്ത്രമാണ്. പിന്നീട് കാണിക്കുന്ന ബാലൻ കടയിലേക്ക് ചെല്ലുവാണ്. ബാലൻ കടയിലേക്ക് എന്താ ബാലന്റെ മുഖം കണ്ടേ ഇപ്പം രാമയോട് ചോദിച്ചു, എന്താടാ ബാല, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് നിൽക്കും. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ, എന്താ? അത് പിന്നെ ഓരോന്നൊക്കെ ഓർത്തിട്ട്, എന്താടാ ആരെങ്കിലും എന്തെങ്കിലും വഴക്കുണ്ടാക്കാൻ വന്നോ? ഇന്നും കൃഷ്ണമംഗലങ്കാരെങ്ങാനും എന്തെങ്കിലും വന്നോന്ന് ചോദിക്കും. അത് പിന്നെ പുത്തിരി അല്ലല്ലോ രാമേട്ടാ, ഇന്ന് വന്നു, പക്ഷെ ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. എനിക്ക് പഴയ എന്റെ സ്വഭാവം വെച്ചാണ് അറിയാലോ രാമേട്ടന്. അത് പോട്ടെ ബാല, അവരല്ലേ, അവരെന്തേലും പറഞ്ഞിട്ട് പോട്ടെ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, കുറച്ച് തവണ ആയി കഴിയുമ്പം അവര് തന്നെ നിർത്തിക്കോളൂ എന്ന് പറയാം. ഇത് കേട്ടൻ ബാലമൻ, ശരിയാ, ഞാൻ ഗോമതിക്ക് വേണ്ടി ഞാൻ ക്ഷമിച്ചു. പാവന്റെ ഗോമതി, അവളിപ്പം വീട്ടിൽ കണ്ടതാണ്. ഈ ഒരു ഇവിടുത്തെ കല്യാണം നടക്കുന്നതുകൊണ്ട് മാത്രം അവള് മാറിപ്പോയിരിക്കുന്നത്. കാരണം കല്യാണം വിളിക്കാത്തതിന്റെ വിഷമമൊക്കെ ഉണ്ട്. രാമേട്ടൻ പറഞ്ഞു, അത് പിന്നെ വിഷമം ഇല്ലാതിരിക്കുക ബാല, അവരുടെ സ്വന്തം പെങ്ങളല്ലേ. കാരണം മിത്രയുടെയും അലോകിന്റെ 2 കല്യാണമല്ലേ നടക്കാൻ പോകുന്നത്. ആ സമയത്ത് എല്ലാത്തിനും ഓടി നടക്കേണ്ട ആൾക്കാരല്ലേ നീയും ഗോമതിയും കൂടെ. അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം എത്രയാന്ന് പറഞ്ഞ് കാണും. കുറച്ച് ദൂരെ വേണമെങ്കിൽ കുഴപ്പമില്ല, ഇത് കൺമുന്നിലല്ലേ നടക്കണേ. അപ്പൊ അതുകൊണ്ട് അത് ഗോമതിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു കണക്കിന് നന്നായി ബാല എന്ന് പറയണ. ബാലമ്മ, ശരിയാ രാമേട്ടൻ പറഞ്ഞേ, കൃത്യസമയത്ത് തന്നെ അവൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയെന്ന് പറയാ. അങ്ങനെ ബാലൻ എന്ന് കടയിൽ നിന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ആരിനെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ ഗോമതിയുടെ എല്ലാം കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നീട് പറഞ്ഞു, എന്നാ ശരി, ഞാൻ വൈകുന്നേരം അമ്മേനെ വിളിച്ചോളാം എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് വൈകുന്നേരം കടയൊക്കെ അടച്ചിട്ട് ബാലൻ ഇച്ചിരി നേരത്തെ വീട്ടിലേക്ക് വന്നു. കാരണം ഗോമതി ആണെങ്കിലും വീട്ടിലില്ല, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ വരാന്നോർത്ത് വന്നു. പക്ഷെ വീട്ടിൽ വന്നിട്ട് ആകെപ്പാടെ ഒരു അസ്വസ്ഥത. ഗോമതി ഇല്ലാത്തതുകൊണ്ട് മുറിക്കകത്താണ് ഇരിക്കാൻ പോലും തോന്നില്ല. അങ്ങനെ ബാലന് പുറത്തിറങ്ങി സിറ്റ് ഔട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്ത് അനന്തനും അച്യുതനും ശ്യാമോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ബാലനെ കണ്ടപ്പോഴത്തേനും പറഞ്ഞു, അവൻ വന്ന് നിൽക്കുന്നുണ്ടല്ലേ, ഇങ്ങോട്ട് നോക്കിയുണ്ട്, അസൂയപ്പെട്ട് നോക്കി നിൽക്കുവാന്ന് പറയാണ്. ഈ സമയം അനന്തം പറഞ്ഞു, നീ നോക്കടാ, നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നോ? ഇവിടെ എന്റെ 2 മക്കളെ കല്യാണം കഴിയുന്ന നീ നോക്കി എന്നോളം പറയണ. അവിടെ ഇതുവരെയായിട്ട് ഒരു കല്യാണപ്പന്തൽ ഉയർന്നിട്ടല്ലോ. ഉയരില്ലടാ, നിന്റെ മനസ്സിന്റെ ഇരിപ്പോണ്ടാ, നിന്റെ കയ്യിലിരിപ്പോണ്ടാടാന്ന് പറയാ. അവിടുത്തെ ഒരു കല്യാണം പോലും നടക്കാത്തെ. മിത്രനേക്കാളും അലോകിനേക്കാളും മൂത്തല്ലേ അവിടെ ആനന്ദ്. എന്നിട്ട് കല്യാണം നടന്നോടാ? കല്യാണം നടക്കില്ല എന്ന് പറയാം. ഇത് കേട്ടോണ്ടാണ് അകത്തുനിന്ന് ആകാശും അനുസരിയും കൂടെ വന്നേ. പെട്ടെന്ന് അവര് പറഞ്ഞു, അതെ അച്ഛൻ ഇങ്ങോട്ട് കയറി വാ, അവര് പറയുന്നത് മൈൻഡ് ആക്കണ്ടെന്ന് പറയാണ്. പിന്നീട് ബാലിനെ വിളിച്ചോണ്ട് ആകാശും അനുസരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ചെന്നിപ്പോ ആനന്ദ് പറഞ്ഞു, എന്തിനാച്ചാ അവറ്റോടോട് സംസാരിക്കാൻ പോകേണ്ട കാര്യമില്ല, അറിയാലോ, എനിക്കത് അറിയാൻ പോനെ, അതുകൊണ്ടല്ലേ. പിന്നെ പ്രത്യേകിച്ച് അമ്മയും കൂടെ ഇല്ലാത്ത സമയത്ത് വെറുതെ ഒരു വഴക്കിന് പോയിട്ടുണ്ടെങ്കിൽ അമ്മ അറിഞ്ഞു കഴിയുമ്പോ അമ്മയ്ക്ക് ഇത് വല്ലാത്ത സങ്കടമാവെന്ന് പറയാം. ഈ സമയം ധർമ്മൻ അങ്ങോട്ട് വന്നു. ധർമ്മം വന്നിട്ട് ഞാല്ല, ഇതന്നെ ആർക്കൊന്നും വിശക്കണില്ലെന്നെ, ആഹാരം കഴിക്കണ്ടെന്ന് ചോദിക്കും. ഈ സമയം അനുസരിച്ച് പറഞ്ഞു, എനിക്കിപ്പോ കഴിക്കാൻ വേണ്ടെന്ന് പറയണം. നോക്കിക്കഴിഞ്ഞപ്പോ ആകാശിന് മീനാക്ഷിയുടെ ഫോൺ വന്നു. അപ്പൊ ആകാശ് ഫോൺ എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. എന്താ മീനു, എന്താ വിളിച്ചേന്ന് ചോദിക്കാ. അല്ല ആകാശേട്ടൻ ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിക്കാൻ തുടങ്ങുന്നുള്ളെന്ന് പറയാ. നീ കഴിച്ചോ മീനു എന്ന് ചോദിക്കാ. ഇല്ല, കഴിക്കണമെന്ന് പറയാം. എന്തേ ആരിനും അമ്മ എന്തേന്ന് ചോദിക്കുക. ആരിനപ്പുറത്ത് മുറിയിലുണ്ട്, അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ കുറെ നേരം സംസാരിച്ചു. ഈ സമയം ഫുഡ് കഴിക്കാനായിട്ട് ബാലനും ധർമ്മനും ഒക്കെ ആനന്ദിന്റെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ആകാശ് ഫോൺ വിളിക്കുന്നുണ്ട്, ഫോൺ വിളിച്ചിട്ട് കഴിച്ചോളാന്ന് പറയണം. അപ്പൊ അനുസരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആകാശ് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ വന്നു നേരെ അനുസരിയുടെ കയ്യെ പിടിച്ച് അനുസരിയുടെ കയ്യിൽ നിന്ന് ചുറ്റിച്ചൊക്കെ ഇങ്ങനെ നിർത്തുവാണ്. കാരണം ഒരു പാട്ടൊക്കെ അങ്ങോട്ട് പാടുന്നുണ്ട്, ഒരു പാട്ടൊക്കെ പാടി ആഘോഷിച്ച് അങ്ങോട്ട് വരുന്നത്. ഈ സമയം ആനന്ദ് നോക്കി, ഇവനെന്താ ഇത്രമാത്രം സന്തോഷം, ഒരു കൈ ഫോണും ഉണ്ട്, അതുകൂടാതെ പാട്ടും കൂടെ പാടുന്നുണ്ട്. അങ്ങനെ ആനന്ദിനെ വന്നൊരു തോണ്ടി, ധർമ്മനെ വന്ന് തോണ്ടി, അവസാനം നേരെ വരുന്ന ബാലന്റെ അരിയിലേക്കാ. പാട്ടും പാടി നേരെ ബാലന്റെ അരിയിലേക്ക് വന്നിട്ട് ബാലനെ അങ്ങോട്ട് കയ്യിൽ കൂടെ ഒന്ന് കെട്ടി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ആ കവളത്തെ ഒരു ഉമ്മ കൊടുക്കുവാണ്. ബാലൻ കഴിച്ചോണ്ടിരിക്കുക. എടാ നീ എന്തായി കാണിക്കണം ചോദിച്ചു.
ബാലിനും കൂടി ചാടി എഴുന്നേക്കാണ്. പെട്ടെന്നാണ് ആകാശിന് ബോധം ഉണ്ടായത്. ദൈവമേ, ഇത് അച്ഛനാന്നുള്ള കാര്യം. മീനാക്ഷിനെ വിളിച്ച് പാട്ടുപാടി അങ്ങനെ ആ ഒരു ഫ്ലോയിൽ വന്നുകൊണ്ട് മീനാക്ഷി മാത്രമായിരുന്നു ആകാശിന്റെ മനസ്സിൽ, വേറെ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് കാണിച്ച് പറ്റിപ്പോയൊരു അബദ്ധമാണ്. ഇത് കണ്ടതും അനുശ്രീയും ധർമ്മനും ആനന്ദൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എത്ര സമയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു എല്ലാവരും. കാരണം ഗോമതി അവിടെ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. കാരണം ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഗോമതി ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഗോമതിയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഗോമതി മാറി നിന്നപ്പോഴത്തേനും ബാലനാണെങ്കിലും ആനന്ദനാണെങ്കിലും ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.